എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ ഈ പോക്ക്? നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിത് സ്വന്തം അമ്മയുടെ മാറിൽ ഒതുങ്ങേണ്ട പ്രായത്തിൽ ക്രൂരതയുടെ ആഴത്തിലുള്ള 51 മുറിവുകൾ ഏറ്റുവാങ്ങി ആ കുരുന്നു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. 1.5 വയസ്സിൽ ഒരായുസിന്റെ മുഴുവൻ യാതനകളും അനുഭവിച്ച് ആ പിഞ്ചു പൈതൽ എല്ലൊടിവുകളും ആന്തരിക രക്തസ്രാവവുമായി ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച നരക യാതന കേട്ട് കേരളത്തിന്റെ മനസാക്ഷി തന്നെ മരവിക്കുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സ്വന്തം കുഞ്ഞിനെ കരിങ്കലിൽ അടിച്ചുകൊന്ന ശരണ്യയും പ്രസവിച്ചയുടൻ ചോര കുഞ്ഞിനെ കരിയിലക്കൂട്ടിലും ബക്കറ്റിലെ വെള്ളത്തിലും മുക്കിക്കൊല്ലുന്ന അമ്മമാരും ഇവിടെയുണ്ട്. എന്നാൽ ആ അമ്മമാർ മാത്രമല്ല, സ്വന്തം ചോരയെ സംരക്ഷിക്കേണ്ട അച്ഛന്മാരും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരുപോലെ വന്യമായ തൃഷ്ണകൾക്ക് പിന്നാലെ പായുകയാണ്. കേവലമായ താൽക്കാലിക സുഖങ്ങൾക്കും ലഹരിക്കും വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കുന്ന വന്യവും ക്രൂരവുമായ മൃഗീയ ജീവിതമാണ് ഇക്കൂട്ടർ നയിക്കുന്നത്. മാതൃസ്നേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ കുറിച്ചും വാനോളം പുകഴ്ത്തിയ ദൈവത്തിന്റെ സ്വന്തം മണ്ണാണിത്. പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബ ജീവിതത്തിന്റെ ഇഴയടുപ്പങ്ങളും മലയാളികളുടെ തനിമയാർന്ന പൈതൃകവും സംസ്കാരവും ഇവിടെ പാടെ മരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന വലിയൊരു ആശങ്ക ഈ വർത്തമാനകാലം ബാക്കി വെക്കുന്നു. വഴിവിട്ട ബന്ധങ്ങളും ലഹരിയുടെ അന്ധകാരവും പ്രബുദ്ധ കേരളത്തെ മൂല്യച്യുതിയുടെ ഇരുണ്ട കയങ്ങളിലേക്ക് തള്ളിയിടുമ്പോഴും ഭരണകൂടങ്ങളും നിയമ സംവിധാനങ്ങളും നിദ്രയിലാണ്. ഭരണകൂടങ്ങൾ നിദ്ര വെടിയണം, നിയമ സംവിധാനങ്ങൾ ഉണരണം. അസാൻമാർഗികതയെ പുണരുന്ന ഈ ഇരുണ്ട വ്യവസ്ഥിതിയോട് സന്ധിയില്ലാതെ അണ്ടർ ന്യൂസ് കേരളം ഉയർത്തുന്ന ആത്മരോക്ഷത്തിന്റെ ശബ്ദമാണിത്. ഈ നാട് ഇനിയും ദൈവത്തിന്റെ സ്വന്തം നാടായി പുലരാൻ ഒന്നിച്ച് പ്രതിരോധം ഉയർത്തുക. ന്യൂസ് ഡെസ്ക് അണ്ടർ ന്യൂസ് കേരളം.